ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥിച്ചു. അവരുടെ ലക്ഷ്യം അമൃത് എന്ന അമരത്വം നൽകുന്ന ദ്രവ്യം നേടുകയായിരുന്നു. ഒടുവിൽ അമൃതകുംഭം സമുദ്രത്തിൽ നിന്നു ഉയർന്നുവന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിന്റെ കൈവശത്തിനായി ഒരു ഘോരമായ ഏറ്റുമുട്ടൽ നടന്നു. തങ്ങളുടെ മൃഗീയ ശക്തി ഉപയോഗിച്ച് വിജയിക്കാൻ അസുരന്മാർ ശ്രമിച്ചു. നാശത്തെ ഭയന്ന് ദേവന്മാർ വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. വിഷ്ണു ഭഗവാൻ ഒരു അപാര സൗന്ദര്യമുള്ള യുവതിയായി മാറി. അതാണ് മോഹിനി രൂപം. മോഹിനിയെ കണ്ട അസുരന്മാർ അകമ്പടിയായി നിന്നു. മോഹിനി തന്റെ ദിവ്യമായ സൂക്ഷ്മബുദ്ധിയോടെ ഒരു പദ്ധതി തയ്യാറാക്കി. ദേവന്മാർക്കും അസുരന്മാർക്കും അമൃതം ഒരുപോലെ വിതരണം ചെയ്യണമെന്ന് അവൾ ഒരു തീരുമാനം നിർദ്ദേശിച്ചു. ആഗ്രഹത്താലും നിഷ്കളങ്കതയാലും അന്ധരായ അസുരന്മാർ സമ്മതിച്ചു. സൂക്ഷ്മമായ തന്ത്രത്തോടെ മോഹിനി വിതരണം ആരംഭിച്ചു. എന്നിരുന്നാലും ദിവ്യമായ ഉൾക്കാഴ്ചയാൽ നയിക്കപ്പെട്ട അവൾ ദേവന്മാർ മാത്രമേ അമൃത് കുടിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തി. അസുരന്മാർക്കിടയിൽ സംശയം ഉടലെടുക്കുകയും അവർ അമൃതം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ മോഹിനി തന്റെ മാന്ത്രിക കഴിവുകൾ ഉപയോഗിച്ച് അവരെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. ഒരു ഐതിഹാസിക പ്രകടനത്തിൽ അവളുടെ നൃത്തം അസുരന്മാരെ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അശക്തരാക്കി. അസുരന്മാർ ഈ തന്ത്രം തിരിച്ചറിഞ്ഞപ്പോൾ വൈകിയിരുന്നു. ദേവന്മാർക്ക് വിജയവും അമരത്വവും ലഭിച്ചു. ഇങ്ങനെ വിഷ്ണുവിന്റെ മോഹിനി അവതാരം ലോകത്തെ രക്ഷിച്ചു.